ആ ലക്ഷങ്ങൾ നമ്മൾ ലോൺ എടുത്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീട്ടണമെങ്കിൽ ഫിസിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ആരുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് വളരെയധികം ഇന്ന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ന്യൂക്ലിയർ ഫാമിലിയാണ്, കൂട്ടുകുടുംബമല്ല. നമുക്കറിയാം ഒരുപാട് കൂട്ടുകുടുംബ ഫാമിലിയിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലിക്ക് വന്നപ്പോഴുള്ള ഒരുപാട് പ്രതിസന്ധികൾ നഷ്ടം നമുക്കറിയാം. ചാച്ചും ചെരിച്ചും വെക്കാൻ ഇന്ന് ആരുമില്ല. നമ്മൾ കുറേ ഫീൽഡിൽ പോകുന്നതാണ്. പലരും ഒരു ദിവസം ഒരുപാട് കസ്റ്റമേഴ്സ് 10-20 കസ്റ്റമറെ നമ്മൾ ഫീൽഡിൽ പോയിട്ട് കാണുന്നു. വളരെ ലാഘവത്തോടുകൂടി സംസാരിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ സമയമില്ല, പിന്നെ പറയുന്ന കാര്യം പറഞ്ഞാൽ പൈസയില്ല. എന്നൊരു എമർജൻസി കേസ് ഇവർക്ക് തന്നെ ഞാൻ പറഞ്ഞ കസ്റ്റമേഴ്സിന് പലർക്കും പല അനുഭവങ്ങൾ വന്നു. നമ്മൾ പോളിസി എടുക്കാൻ പറയും, അപ്പോൾ അവർ പൈസയില്ല, പല കാരണങ്ങളും പറയും. എന്നാൽ 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഒരു പനി വന്നു, നമുക്കറിയാം ഒരു ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, വൈറൽ ഫീവർ, ഇങ്ങനെ നിസ്സാര ഒരു പനി വന്നാൽ 20,000-25,000 രൂപ മിനിമം ചിലവാണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ ഒരു 20,000, 25,000, 30,000 ബഡ്ജറ്റ് എന്തായാലും കൂടുതൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സുഖമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങണം, മനസ്സമാധാനം. നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലർക്കും അസുഖങ്ങൾ വന്നു, ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി പൈസ നട്ടോട്ട് ഓടുന്നത് കാണുന്നുണ്ട്. നമുക്കറിയാം അസുഖം വന്ന ഒരു വിഷമം ഉണ്ടാവും. അതിലുപരി നമ്മൾ ആ ഇതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ സംഘടിപ്പിക്കുക. ആ ലക്ഷങ്ങൾ നമ്മൾ ലോൺ എടുത്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീട്ടണമെങ്കിൽ നമ്മളൊരു ആയുസിൻ്റെ അധ്വാനം പോലും നമുക്ക് പിന്നെ അത് വീട്ടിൽ തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യം.